നമസ്കാരം. പ്രധാന വാർത്തകൾ. ഭൂമി തരം മാറ്റലുമായി ബന്ധപ്പെട്ട പരാതികൾ പരിഹരിക്കാൻ പ്രത്യേക അദാലത്ത് സംഘടിപ്പിക്കുമെന്ന് മന്ത്രി എം.ബി. രാജേഷ്. പാലക്കാട് കരുതലും കൈത്താങ്ങും താലൂക്ക് തല പരാതി പരിഹാര അദാലത്ത്. ലഭിച്ച പരാതികൾ നിയമത്തിനകത്തുനിന്ന് പരമാവധി പരിഹരിക്കാനാണ് ശ്രമമെന്നും മന്ത്രി. പട്ടാമ്പി ചൂരക്കോട് സ്വദേശിനിയായ 15-കാരിയെ കാണാതായിട്ട് ഇന്നേക്ക് 5 ദിവസം. ആശങ്കയോടെ പെൺകുട്ടിയുടെ കുടുംബം. സംസ്ഥാനത്താകെ തിരച്ചിൽ നടത്തി പോലീസ്. അന്വേഷണം നടത്തുന്നത് ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ 36-ലേറെ പോലീസുകാർ ഉൾപ്പെട്ട സംഘം. തൃശൂർ പുല്ലഴിയിൽ ഫ്ളാറ്റിലേക്ക് പടക്കമേറ്. കേരള സ്റ്റേറ്റ് ഹൌസിംഗ് കോളനി ഫ്ളാറ്റിലേക്ക് പടക്കമേറുണ്ടായത് ഇന്നലെ രാത്രി. പ്രായപൂർത്തിയാകാത്ത 2 പേർ പോലീസ് കസ്റ്റഡിയിൽ. തൃശൂർ നഗരത്തിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ഓട്ടോറിക്ഷയ്ക്ക് തീപിടിച്ചത് പരിഭ്രാന്തി പരത്തി. സാമ്പത്തിക പ്രതിസന്ധിയെ മറികടക്കാനാകാതെ കേരള കലാമണ്ഡലം. മന്ത്രി ഇടപെട്ടിട്ടും ജീവനക്കാർക്ക് ഡിസംബർ മാസത്തെ ശമ്പളം ലഭിച്ചില്ല. സമരം ആരംഭിക്കുമെന്ന സൂചന നൽകി കലാമണ്ഡലം എംപ്ലോയീസ് അസോസിയേഷൻ. പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ ഓൺലൈൻ ഒ.പി. ടിക്കറ്റ് ബുക്കിംഗ് സംവിധാനമായി. ഇ ഹെൽത്ത് വെബ്സൈറ്റിൽ പേരുള്ള ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ഉൾപ്പെടെ ജില്ലയിലെ 46 ആരോഗ്യ കേന്ദ്രങ്ങളിൽ ഓൺലൈനായി ഒ.പി. ടിക്കറ്റ് എടുക്കാം. സംവിധാനം ഏർപ്പെടുത്തിയത് പാലക്കാട് ജില്ലാ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ. വടക്കാഞ്ചേരിയിൽ വയോധികയുടെ കാലിലൂടെ സ്വകാര്യ ബസ് കയറിയിറങ്ങി. വയോധികയ്ക്ക് ഗുരുതര പരിക്ക്. ഈസ്റ്റ് മനുശ്ശേരിയിൽ ബസ് സ്കൂട്ടറിലിടിച്ച പരിക്കേറ്റ യുവതി അപകടനില തരണം ചെയ്തു. അപകടം നടന്നത് ഇന്നലെ വൈകിട്ട്. വയോജന നയ രൂപീകരണം എങ്ങുമെത്താത്ത സാഹചര്യം എങ്ങനെയുണ്ടായെന്ന ചോദ്യത്തിന് ഭരണാധികാരികൾ വ്യക്തമായ ഉത്തരം നൽകണമെന്ന് കേരള സർവീസ് പെൻഷൻ കൌൺസിൽ. ആനുകൂല്യ നിഷേധത്തിനെതിരെ പാലക്കാട് കളക്ടറേറ്റിന് മുന്നിൽ KSPCയുടെ പുഷ്കരണ ക്യാമ്പയിൻ. സർക്കാർ പെൻഷൻ സമൂഹത്തോട് നീതി കാണിക്കുന്നില്ലെന്ന് കൌൺസിൽ ഭാരവാഹികൾ. പഠാൻകോട്ട് ഭീകരാക്രമണത്തിൽ വീരമൃത്യു വരിച്ച ലഫ്റ്റനന്റ് കേണൽ E.K. നിരഞ്ജനെ അനുസ്മരിച്ച് ജന്മനാട്. എലമ്പുലാശ്ശേരിയിൽ നിരഞ്ജൻ അനുസ്മരണം. ഭരണഘടന നേരിടുന്ന വെല്ലുവിളികൾ നേരിടാൻ നാം കരുത്താർജിക്കണമെന്ന് V.K. ശ്രീകണ്ഠൻ MP. ഈസ്റ്റ് ഒറ്റപ്പാലം കാക്കത്തോടിന് കുറുകെ പുതിയ പാലത്തിന്റെ നിർമ്മാണ പ്രവൃത്തികൾ പുനരാരംഭിച്ചു. പ്രവൃത്തി ആരംഭിച്ചത് തോട്ടിൽ ഒഴുക്ക് കുറഞ്ഞതോടെ. മറ്റു തടസ്സങ്ങൾ ഉണ്ടായില്ലെങ്കിൽ സെപ്റ്റംബർ മാസത്തോടെ നിർമ്മാണം പൂർത്തീകരിച്ച് പാലം നാടിന് സമർപ്പിക്കുമെന്ന് K. പ്രേംകുമാർ MLA. വാർത്തകൾ വിശദമായി. ഭൂമി തരം മാറ്റലുമായി ബന്ധപ്പെട്ട പരാതികൾ പരിഹരിക്കാൻ പ്രത്യേക അദാലത്ത് സംഘടിപ്പിക്കുമെന്ന് മന്ത്രി എം.ബി. രാജേഷ്. കരുതലും കൈത്താങ്ങും പാലക്കാട് താലൂക്ക് തല പരാതി പരിഹാര അദാലത്തിനിടെയാണ് മന്ത്രി ഇക്കാര്യം അറിയിച്ചത്. നിയമങ്ങൾ മറികടക്കാൻ സാധ്യമല്ലെങ്കിലും ലഭിച്ച പരാതികൾ നിയമത്തിനകത്തുനിന്നുകൊണ്ട് തന്നെ പരിഹരിക്കാനാണ് ശ്രമിക്കുന്നതെന്നും അദാലത്ത് ഉദ്ഘാടനം ചെയ്ത് മന്ത്രി പറഞ്ഞു. മുൻകൂട്ടി ഓൺലൈനായി ലഭിച്ച പരാതികൾ അദാലത്ത് ദിനത്തിൽ തന്നെ പരിഗണിച്ചു. തത്സമയം ലഭിച്ച പരാതികൾ പരിശോധിച്ച് പരമാവധി സമയബന്ധിതമായി തീർപ്പാക്കുമെന്ന് മന്ത്രി എം.ബി. രാജേഷ് അറിയിച്ചു. ഭൂമി തരം മാറ്റൽ കരുതലും കൈത്താങ്ങിൽ പരിഗണിക്കുന്ന വിഷയമല്ലെങ്കിലും നിരവധി പേർ ഇത് സംബന്ധിച്ച പരാതികളുമായി വരുന്നത് പരിഗണിച്ച് ഇതിനായി പ്രത്യേക അദാലത്ത് ഉടൻ സംഘടിപ്പിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. നൽകണമെന്ന് നിർദ്ദേശിച്ചിരുന്നു. ആ ഓൺലൈൻ പരാതികളിൽ ഇന്ന് തന്നെ തീർപ്പുണ്ടാവും. ഇന്ന് നേരിട്ട് ചിലർ പരാതിയായി വന്നിട്ടുണ്ടാവും. ആ പരാതി വാങ്ങും, പരിശോധിക്കും. തീർപ്പാക്കാവുന്നതാണെങ്കിൽ ഇന്ന് തീർപ്പാക്കും. എല്ലാം ഇന്ന് തീർപ്പാക്കും എന്ന് നമുക്ക് ഉറപ്പ് പറയാനാവില്ല. കാരണം കൂടുതൽ പരിശോധനകൾ ആവശ്യമായി വരും, ഫയലുകൾ പരിശോധിക്കേണ്ടി വരും. അപ്പോൾ ഇന്ന് നേരിട്ട് വരുന്ന അപേക്ഷകളാവുമ്പോൾ അതിൻ്റെ രേഖകളെല്ലാം ഇവിടെ ലഭ്യമാവില്ല. അപ്പോൾ ഒന്നാമത്തെ പരിഗണന നേരത്തെ ഓൺലൈനിൽ കൊടുത്ത പരാതികൾ തീർപ്പാക്കുന്നതിനാണ്. എല്ലാവരും പരാതിക്കാരായിട്ടുള്ള ആളുകൾ അത് ശ്രദ്ധിക്കുമെന്ന് വിചാരിക്കുന്നു. ഇന്ന് നേരിട്ട് കടലാസുമായിട്ട് വരുന്നവരുടേത് എല്ലാ പരാതിയും സ്വീകരിക്കും. ഇന്ന് പരിഹാരം സാധ്യമാണെങ്കിൽ ഇന്നുണ്ടാക്കും. എല്ലാം സാധ്യമാവില്ല എന്ന് ഒന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ്. അല്ലാത്തത് പിന്നീട് അതിന് സമയബന്ധിതമായി തീർപ്പുണ്ടാക്കും. വൈദ്യുതി വകുപ്പ് മന്ത്രി K. കൃഷ്ണൻകുട്ടിയും പരാതി പരിഹാരത്തിന് നേതൃത്വം നൽകി. പാലക്കാട് നഗരസഭാ ചെയർപേഴ്സൺ പ്രമീള ശശിധരൻ, MLA-മാരായ K. ശാന്തകുമാരി, A. പ്രഭാകരൻ, ജില്ലാ കലക്ടർ ഡോക്ടർ S. ചിത്ര, ADM K. മണികണ്ഠൻ, RDO S. ശ്രീജിത്ത്, ഡെപ്യൂട്ടി കലക്ടർ സച്ചിൻ കൃഷ്ണ, ജനപ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. പട്ടാമ്പിയിൽ 15-കാരിയെ കാണാതായി 5 ദിവസമായിട്ടും യാതൊരു വിവരവും ലഭിക്കാത്തതിൽ ആശങ്ക. ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ വൻ പോലീസ് സംഘം സംസ്ഥാനത്താകെ ഊർജിതമായ അന്വേഷണമാണ് നടത്തുന്നത്. ഇക്കഴിഞ്ഞ തിങ്കളാഴ്ച രാവിലെ മുതലാണ് പട്ടാമ്പി ചൂരക്കോട് സ്വദേശി അബ്ദുൽ കരീമിന്റെ മകൾ 15 വയസ്സുള്ള ഷന ഷെറിനെ കാണാതാവുന്നത്. വല്ലപ്പുഴ ഗവൺമെന്റ് ഹൈസ്കൂളിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ്. കാണാതായി ഇന്നേക്ക് 5 ദിവസമാകുമ്പോഴും യാതൊരു വിവരവും ലഭിച്ചിട്ടില്ല. ഇതോടെ കടുത്ത ആശങ്കയിലും വിഷമത്തിലുമാണ് കുടുംബം. അന്വേഷണം ഊർജിതമായി നടക്കുന്നുണ്ട് എന്ന് പറയുമ്പോഴും കുട്ടിയെ കാണാതായിട്ട് 5 ദിവസമായില്ലേ എന്ന്
ബന്ധുക്കൾ ചോദിക്കുന്നു. ഇതിപ്പോൾ കുട്ടികളെ കണ്ടു എന്ന് പറഞ്ഞിട്ട് പലയിടത്തും പല ന്യൂസുകളും നമുക്ക് വരുന്നുണ്ട്. അത് നമ്മളെ കുട്ടിയാണോ എന്നുള്ളത് തീരുമാനിക്കണ, അല്ലെങ്കിൽ നമുക്കത് ഉറപ്പിക്കുന്ന രൂപത്തിലുള്ളൊരു ഫോട്ടോസോ അല്ലെങ്കിൽ ഒരു വീഡിയോ ഒന്നും നമുക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. സംശയാസ്പദമായിട്ടുള്ള പലവിധ വീഡിയോസും ഫോട്ടോസൊക്കെ നമുക്ക് പല ആൾക്കാരും ഷെയർ ചെയ്യുന്നുണ്ട്. അതൊക്കെ അതേ സ്പോട്ടിൽ നമുക്ക് പോലീസ് ഉദ്യോഗസ്ഥർക്ക് ഞങ്ങളത് കൊടുക്കുന്നുണ്ട്. പക്ഷേ ഇതുവരെ കുട്ടിയാണ് എന്ന് സാമ്യപ്പെടുത്തുന്ന രൂപത്തിലുള്ളതൊന്നും നമുക്ക് ഇതുവരെ കിട്ടിയില്ല എന്നുള്ളതാണ്. ഒരു ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ 5 ടീമുകളായി 36-ലധികം പോലീസുകാരടങ്ങുന്ന സംഘം സംസ്ഥാനമാകെ തിരച്ചിൽ നടത്തുന്നുണ്ടെന്ന് കുട്ടിയുടെ കുടുംബത്തെ സന്ദർശിച്ച ശേഷം മുഹമ്മദ് മോഹസിൻ MLA പ്രതികരിച്ചു. പിന്നെ ആകെ അവർക്ക് കിട്ടിയത് ഒരു ഇൻഫർമേഷൻ എന്ന് പറയുന്നത് പട്ടാമ്പി റെയിൽവേ സ്റ്റേഷനിൽ കുട്ടി ട്രെയിൻ കയറിയതായിട്ട്, അല്ലെങ്കിൽ ആ ഭാഗത്ത് പരിസരത്തായിട്ടുള്ളൊരു CCTV ദൃശ്യമാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അതിനുശേഷം എവിടെയാണ് ഇറങ്ങി നോക്കാനുള്ള കാര്യങ്ങളൊക്കെ തന്നെ എല്ലാ റെയിൽവേ സ്റ്റേഷൻ കേന്ദ്രീകരിച്ചും മറ്റു സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ചും ഒക്കെ ഇതിൻ്റെ സെർച്ച് നടക്കുന്നുണ്ട്. കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഫോണ് നിലവിൽ കുട്ടി ഏതെങ്കിലും ഫോൺ ഉപയോഗിച്ചിട്ടുണ്ടോ എന്നുള്ളത്, ഉമ്മയുടെ അല്ലാത്ത മറ്റു ഫോണുകൾ ഏതെങ്കിലും ഉപയോഗിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യം നോക്കുന്നുണ്ട്. പിന്നെ ബാക്കി വിശദാംശങ്ങൾ ഇപ്പോൾ നമുക്ക് പറയാൻ പറ്റില്ല. കാരണം നമ്മൾ ആ സെർച്ചിൻ്റെ കാര്യങ്ങളും ഡീറ്റെയിൽസൊക്കെ പുറത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കേട്ടുകൊണ്ട് മറ്റൊരാൾക്ക് രക്ഷപ്പെടാനുള്ള ഒരു സാഹചര്യം ഉണ്ടാവരുത്. പക്ഷെ വളരെ ശക്തമായിട്ട് തന്നെയാണ് ആ അന്വേഷണം നടത്തുന്നത്. കുട്ടി സ്കൂളിൽ എത്താതിരുന്നതിനെ തുടർന്ന് രക്ഷിതാക്കൾ പോലീസിൽ പരാതി നൽകുകയായിരുന്നു. കുട്ടിയുടേതെന്ന് സംശയിക്കുന്ന ദൃശ്യങ്ങൾ പട്ടാമ്പി റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് നിന്ന് ലഭിച്ചിരുന്നു. തുടർന്ന് പട്ടാമ്പി പോലീസിന്റെ നേതൃത്വത്തിൽ കേരളത്തിലാകെ ഊർജിതമായ അന്വേഷണമാണ് നടത്തുന്നത്. റെയിൽവേ സ്റ്റേഷനുകളിലെ CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചും അന്വേഷണം നടക്കുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. തൃശൂർ പുല്ലഴിയിൽ ഫ്ളാറ്റിലേക്ക് പടക്കമേറ്. പുല്ലഴി കേരള സ്റ്റേറ്റ് ഹൗസിംഗ് കോളനിയിലെ ഫ്ളാറ്റിലേക്കാണ് പടക്കമെറിഞ്ഞത്. സംഭവത്തിൽ പ്രായപൂർത്തിയാകാത്ത 2 പേരെ ടൗൺ വെസ്റ്റ് പോലീസ് കസ്റ്റഡിയിലെടുത്തു. പുലർച്ചെ 2 മണിയോടെയാണ് സംഭവം. കെട്ടിടത്തിലെ സുശീൽ കുമാർ എന്നയാളുടെ ഫ്ളാറ്റിലേക്കാണ് പടക്കമെറിഞ്ഞത്. സ്ഫോടന ശബ്ദം കേട്ടാണ് വീട്ടുകാർ ഉണർന്നത്. തുടർന്ന് വെസ്റ്റ് പോലീസിൽ വിവരമറിയിക്കുകയായിരുന്നു. സംഭവം അറിഞ്ഞ വെസ്റ്റ് പോലീസ് സ്ഥലത്തെത്തി നടത്തിയ പരിശോധനയിൽ 3 പേർ പടക്കവുമായി ഓടിപ്പോകുന്നത് കണ്ടതായി വിവരം ലഭിച്ചു. ഇതേ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് പ്രായപൂർത്തിയാകാത്ത 2 പേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തത്. ഇവരെ ചോദ്യം ചെയ്തു വരികയാണ്. സംഭവത്തിൽ പ്രായപൂർത്തിയാകാത്ത ഒരാൾ കൂടി ഇനി പിടിയിലാകാനുണ്ട്. ഇതേ കെട്ടിടത്തിലെ മറ്റൊരു ഫ്ളാറ്റിലെ കുട്ടികളുമായി പടക്കം എറിഞ്ഞ കുട്ടികൾക്ക് തർക്കം നിലനിന്നിരുന്നു. ഇതിൻ്റെ പ്രതികാരം എന്നോണമാണ് പടക്കമെറിഞ്ഞത്. എന്നാൽ പടക്കമെറിഞ്ഞ ഫ്ളാറ്റ് മാറിപ്പോയതായാണ് പോലീസ് നൽകുന്ന വിവരം. അതേസമയം എന്തുതരം സ്ഫോടക വസ്തുവാണ് എറിഞ്ഞതെന്ന് കണ്ടെത്താനായി ഫോറൻസിക് സംഘം സ്ഥലത്തെത്തി പരിശോധന നടത്തിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. മന്ത്രി ഇടപെട്ടിട്ടും ഡിസംബർ മാസത്തെ ശമ്പളം കൊടുക്കാൻ കഴിയാതെ കേരള കലാമണ്ഡലം. കുടിശ്ശിക വൈകിയാൽ സമരത്തിന് ഇറങ്ങേണ്ടി വരുമെന്ന് കലാമണ്ഡലം എംപ്ലോയീസ് അസോസിയേഷൻ. 60ഓളം താൽക്കാലിക ജീവനക്കാരെയും കലാമണ്ഡലത്തിൽ നിന്നും പിരിച്ചുവിട്ടിരുന്നു. ഇതിനെ തുടർന്ന് കെ രാധാകൃഷ്ണൻ MP-യും UR പ്രദീപ് MLA-യും ഇടപെട്ട് മന്ത്രി ചെറിയാന് നിവേദനം കൊടുക്കുകയും തൽഫലമായി പിരിച്ചുവിട്ട ജീവനക്കാരെ മുഴുവൻ തിരിച്ചെടുക്കുകയും ചെയ്തു. കലാമണ്ഡലത്തിൻ്റെ സാമ്പത്തിക പ്രതിസന്ധി തീർത്തും പരിഹരിക്കുമെന്ന് അന്ന് മന്ത്രി വാക്ക് നൽകിയിരുന്നു. നവംബർ മാസം 50 ലക്ഷം രൂപ സർക്കാരിൽ നിന്നും ലഭിച്ചതുകൊണ്ടാണ് ഒക്ടോബർ മാസത്തെ കുടിശ്ശിക തീർത്തത്. നവംബർ മാസത്തെയും ഡിസംബർ മാസത്തെയും ശമ്പളം കൊടുക്കാൻ വേണ്ടത് 1,50 ലക്ഷം രൂപയാണ്. എന്നാൽ സർക്കാരിൽ നിന്ന് ലഭിച്ചത് 90 ലക്ഷം രൂപ മാത്രമാണ്. ഇതിൽ കുടിശ്ശിക കൊടുത്തു തീർത്തപ്പോൾ ഡിസംബർ മാസത്തെ ശമ്പളം കൊടുക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് കലാമണ്ഡലം. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ പങ്കെടുക്കാനായി ഏറെക്കുറെ അധ്യാപകർ നിലവിൽ തിരുവനന്തപുരത്താണ്. അധ്യാപകർ തിരിച്ചു വന്നതിന് ശേഷം സമരപരിപാടികൾ ആരംഭിക്കാനാണ് കലാമണ്ഡലം എംപ്ലോയീസ് അസോസിയേഷന്റെ നീക്കം. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ ചികിത്സയ്ക്കായി OP ടിക്കറ്റ് എടുക്കാൻ വരി നിന്ന് മുഷിയേണ്ടതില്ല. ഡോക്ടറുടെ സേവനത്തിനായി വീട്ടിലിരുന്ന് ബുക്കിംഗ് ചെയ്യാവുന്ന സാങ്കേതികവിദ്യ ജില്ലാ പഞ്ചായത്ത് ഒരുക്കി. ഓൺലൈനായി OP ടിക്കറ്റ് എടുക്കാവുന്ന സംവിധാനമാണ് ജില്ലാ പഞ്ചായത്ത് നടപ്പാക്കിയിരിക്കുന്നത്. പാലക്കാട് ജില്ലാ ആശുപത്രി ഹെൽത്തിലേക്ക് മാറിയതിന്റെ ഭാഗമായാണ് പുതിയ സംവിധാനം ഏർപ്പെടുത്തിയത്. ഹെൽത്ത് വെബ്സൈറ്റിൽ പ്രവേശിച്ച് സ്ഥിരം UHIDയും പാസ്വേഡും നൽകിയാൽ ജില്ലാ ആശുപത്രി എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്ത് ചികിത്സ വേണ്ട വിഭാഗവും അനുയോജ്യമായ സമയവും തിരഞ്ഞെടുക്കാം. ഇതിനായി ഏകീകൃത തിരിച്ചറിയൽ കാർഡ് വേണം. ഡിസംബർ ആദ്യവാരമാണ് ജില്ലാ ആശുപത്രി ഹെൽത്ത് സംവിധാനത്തിലേക്ക് മാറിയതെങ്കിലും OP ടിക്കറ്റ് ഓൺലൈൻ ബുക്കിങ്ങിന് സൗകര്യമൊരുക്കിയത് 2 ദിവസം മുമ്പാണ്.
ആദ്യ ദിനം 4 പേരും രണ്ടാം ദിനം 9 പേരുമാണ് ഓൺലൈനായി OP ടിക്കറ്റ് എടുത്തത്. ഇ-ഹെൽത്ത് വെബ്സൈറ്റിൽ പേരുള്ള ജില്ലയിലെ സർക്കാർ ആശുപത്രികളിൽ എല്ലാം ഓൺലൈൻ ബുക്കിംഗ് നടത്താമെന്ന സവിശേഷതയുമുണ്ട്. പാലക്കാട് ഗവൺമെൻറ് മെഡിക്കൽ കോളേജും ജില്ലാ ആശുപത്രിയുമടക്കം ജില്ലയിലെ 46 ആരോഗ്യ കേന്ദ്രങ്ങളിലാണ് ഇപ്പോൾ ഈ സംവിധാനം ഏർപ്പെടുത്തിയിട്ടുള്ളത്. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. വടക്കാഞ്ചേരിയിൽ വയോധികയുടെ കാലിലൂടെ സ്വകാര്യ ബസ് കയറിയിറങ്ങി. ഗുരുതരമായി പരിക്കേറ്റ വയോധികയെ തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. രാവിലെ 8 മണിയോടെ ഒന്നാംകല്ല് സെന്ററിലായിരുന്നു അപകടം. ഒന്നാംകല്ല് സ്വദേശിയായ പുതുവീട്ടിൽ 70 വയസ്സുള്ള നബീസയുടെ ഇടതുകാലിലൂടെയാണ് ബസിന്റെ പിൻചക്രം കയറിയിറങ്ങിയത്. കുന്നംകുളത്തേക്ക് യാത്ര ചെയ്യാനായി രാവിലെ 8 മണിയോടെ ഒന്നാംകല്ലിൽ നിന്ന് ബസ്സിൽ കയറിയ നബീസ ബസ് കുന്നംകുളത്തേക്കല്ല പട്ടാമ്പിയിലേക്കാണെന്നും തനിക്ക് അബദ്ധം പറ്റിയതാണെന്നും മനസ്സിലാക്കി ബസ്സിൽ നിന്ന് ചാടി ഇറങ്ങുകയായിരുന്നു. ധൃതിയിൽ ബസ്സിൽ നിന്നിറങ്ങിയ വയോധിക കാൽ മടങ്ങി വീഴുകയും ബസ്സിന്റെ പിൻചക്രങ്ങൾ വയോധികയുടെ ഇടതുകാലിലൂടെ കയറി ഇറങ്ങുകയുമായിരുന്നു. സംഭവം കണ്ട് ഓടിക്കൂടിയ നാട്ടുകാർ ചേർന്ന് വയോധികയെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വടക്കാഞ്ചേരി പോലീസ് സ്ഥലത്തെത്തി മേൽ നടപടികൾ സ്വീകരിച്ചു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. ഒറ്റപ്പാലം ഈസ്റ്റ് മനിശ്ശേരിയിൽ നാടിനെ നടുക്കിയ അപകടത്തിൽ യുവതി പരിക്കുകളോടെ രക്ഷപ്പെട്ടു. സ്വകാര്യ ബസും സ്കൂട്ടറും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ ലക്കിടി മംഗലം ഓടത്ത് വീട്ടിൽ രജിതയ്ക്കാണ് പരിക്കേറ്റത്. അപകടത്തിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്തുവന്നിരുന്നു. ബസിനടിയിൽ കുടുങ്ങിയ സ്കൂട്ടർ 50 മീറ്ററോളം റോഡിലൂടെ വലിച്ചിഴച്ചു കൊണ്ടുപോകുന്നത് ദൃശ്യങ്ങളിൽ കാണാം. അത്ഭുതകരമായാണ് യുവതി രക്ഷപ്പെട്ടത്. ഈസ്റ്റ് ഒറ്റപ്പാലം കാക്കത്തോടിന് കുറുകെ പുതിയ പാലത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പുനരാരംഭിച്ചു. മഴയൊഴിഞ്ഞതോടെ തോട്ടിൽ ഒഴുക്ക് കുറഞ്ഞ സാഹചര്യത്തിലാണ് പ്രവൃത്തി പുനരാരംഭിച്ചത്. സെപ്റ്റംബർ മാസത്തോടെ പാലം നിർമ്മാണം പൂർത്തിയാകുമെന്ന് സ്ഥലം സന്ദർശിച്ച K പ്രേംകുമാർ MLA അറിയിച്ചു. പാലത്തിന്റെ തൂണുകളുടെ നിർമ്മാണ പ്രവൃത്തിയുടെ പ്രാരംഭ നടപടികളാണ് ആരംഭിച്ചിട്ടുള്ളത്. ഇതിനായി പൈലിംഗ് നടത്തുന്നതിനാവശ്യമായ കോൺക്രീറ്റ് കമ്പികൾ തയ്യാറാക്കുന്ന പണികളാണ് നടക്കുന്നത്. പാലത്തിന്റെ പ്രധാന സ്പാൻ വരുന്നത് തോടിന്റെ മധ്യത്തിലാണ്. ഇപ്പോഴും തോട്ടിൽ വെള്ളമുണ്ട്. നിർമ്മാണത്തിനായി വെള്ളത്തിന്റെ ഒഴുക്ക് നിയന്ത്രിച്ചാകും പ്രവൃത്തികൾ നടത്തുക. 2 സ്പാനുകൾ പൈലിംഗ് നടത്തിയാണ് ചെയ്യുന്നത്. പാലത്തിന് സമീപത്ത് തോടിനു കുറുകെ 5.8 കോടി രൂപ ചെലവിലാണ് നിർമ്മാണം. 3 സ്പാനോടുകൂടി 50 മീറ്റർ നീളമുള്ള പാലത്തിന് നടപ്പാതയടക്കം 9 മീറ്റർ വീതിയുണ്ടാകും. 1.2 മീറ്റർ നടപ്പാതയും ഒരുക്കും. പാലത്തിന്റെ ഇരുവശങ്ങളിലുമായി 125 മീറ്റർ നീളത്തിൽ അപ്രോച്ച് റോഡും നിർമ്മിക്കും. നിലവിലെ പാലത്തിന്റെ വടക്കുഭാഗത്തുള്ള 2 സ്മാരകങ്ങളെയും ബാധിക്കാത്ത വിധത്തിലാണ് പുതിയ പാലം നിർമ്മിക്കാൻ പദ്ധതിയിട്ടിട്ടുള്ളത്. പഴയ പാലവും അറ്റകുറ്റപ്പണി നടത്തി ഗതാഗതത്തിന് തുടർന്നും ഉപയോഗിക്കും. കണ്ണിയമ്പുറം പാലം മാതൃകയിൽ ഇരുവശങ്ങളിലേക്കും സഞ്ചരിക്കാവുന്ന വിധത്തിൽ ഓരോ പാലങ്ങൾ ഉപയോഗിക്കാനാണ് ലക്ഷ്യമിട്ടിട്ടുള്ളത്. കഴിഞ്ഞ ഏപ്രിൽ മാസത്തിൽ തുടങ്ങിയ പ്രവൃത്തി മഴ ശക്തമായതോടെ മെയ് മാസത്തിലാണ് നിർത്തിവെച്ചത്. പാലക്കാട് കുളപ്പുള്ളി പാതയിൽ ഇടുങ്ങിയ പാലമാണ് ഈസ്റ്റ് ഒറ്റപ്പാലത്തേത്. ഇതുകാരണം ഇടയ്ക്കിടെ ഒറ്റപ്പാലം ടൗണിൽ ഗതാഗതക്കുരുക്ക് അനുഭവപ്പെടാറുണ്ട്. പാലത്തിന്റെ കാലപ്പഴക്കം പരിഗണിച്ചും ഗതാഗതക്കുരുക്കിനുള്ള ശാശ്വത പരിഹാരമെന്ന നിലയിലുമാണ് പുതിയ പാലം നിർമ്മിക്കുന്നത്. പ്രവൃത്തി വിലയിരുത്തുന്നതിനായി K പ്രേംകുമാർ MLA സ്ഥലം സന്ദർശിച്ചു. മറ്റ് തടസ്സങ്ങളുണ്ടായില്ലെങ്കിൽ സെപ്റ്റംബർ മാസത്തോടെ പാലത്തിന്റെ പ്രവൃത്തി പൂർത്തീകരിച്ച് നാടിന് സമർപ്പിക്കുമെന്ന് MLA അറിയിച്ചു. പ്രത്യേകിച്ച് നമുക്ക് കാലാവസ്ഥ മഴയുടേതായിട്ടുള്ള പ്രശ്നം ഇല്ലാത്തൊരു അവസ്ഥയാണെങ്കിൽ വളരെ വേഗതയിൽ തന്നെ നമുക്ക് പ്രവൃത്തി ആരംഭിച്ച് മുന്നോട്ട് പോകാനാകും. പിയർ വർക്കിൻ്റെ ഒരു ഘട്ടം പൂർത്തീകരിച്ച് കഴിഞ്ഞാൽ പിന്നെ മഴ പെയ്താലും നമുക്ക് പാലം പണിയുന്നതിന് തടസ്സവും വരില്ല എന്നുള്ളതാണ് നിലവിലുള്ള സാഹചര്യം. ഇവിടെ വന്ന് നോക്കിയാൽ മാധ്യമപ്രവർത്തകർ ഉൾപ്പെടെയുള്ള എല്ലാവർക്കും മനസ്സിലാകുന്ന കാര്യം ഇപ്പോഴും ഇവിടെ ഇതിൻ്റെ ബേസായിട്ടുള്ള ഭാഗങ്ങൾ ചെയ്യുന്നതിന് അതിനാവശ്യമായിട്ടുള്ള നിലയിൽ ഇപ്പോഴും ഇവിടെ നമുക്ക് പൂർണ്ണമായും സജ്ജമായിട്ടില്ല. കാരണം വെള്ളം ഇവിടെ കെട്ടി നിൽക്കുന്ന ഈ പാലത്തിൻ്റെ അടിഭാഗം എന്ന് പറയുന്നത് വെള്ളം അല്പം കെട്ടി നിൽക്കുന്ന ഒരു പ്രദേശമാണ്. എങ്കിലും അത് മോട്ടർ അടിച്ച് വറ്റിച്ച് ഈ മാർച്ച് മാസത്തിൽ തന്നെ ഇതിൻ്റെ പിയർ വർക്ക് തുടങ്ങും എന്നുള്ളതാണ് നിലവിൽ അറിഞ്ഞിട്ടുള്ളത്. അത് ബന്ധപ്പെട്ടവരെല്ലാം ഈ കാര്യങ്ങൾ നന്നായി ശ്രദ്ധിക്കുന്നുണ്ട്. ജനങ്ങളുടെ വലിയ ഒരു സ്വപ്നവും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഒന്നുമാണ്. അതുപോലെ തന്നെ എത്രയും പെട്ടെന്ന് പാലം പണി പൂർത്തിയായി നമ്മൾ ഉദ്ദേശിക്കുന്നത് ഒരു 8 മുതൽ 9 മാസം വരെ സമയമെടുക്കുമെന്നാണ്. ഇപ്പോൾ ജനുവരിയാണ്. അപ്പോൾ അങ്ങനെ വന്നാൽ സെപ്റ്റംബർ മാസത്തിൽ മിക്കവാറും നമുക്ക് പാലത്തിൻ്റെ പണി പൂർത്തീകരിക്കാൻ കഴിയും. മറ്റ് തടസ്സങ്ങളൊന്നും പാലത്തിൻ്റെ പണി പൂർത്തീകരിക്കാൻ കഴിയുമെന്ന ശുഭപ്രതീക്ഷയാണ് ഈ സന്ദർഭത്തിൽ നിങ്ങളുമായി പങ്കുവയ്ക്കാനുള്ളത്. ന്യൂസ് ബ്യൂറോ,
ഒറ്റപ്പാലം. വയോജന നയ രൂപീകരണം എങ്ങുമെത്താത്ത സാഹചര്യം എങ്ങനെയുണ്ടായെന്ന ചോദ്യത്തിന് ഭരണാധികാരികൾ ഉത്തരം നൽകണമെന്ന് കേരള സർവീസ് പെൻഷൻ കൌൺസിൽ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം PT സണ്ണി. ആനുകൂല്യ നിഷേധത്തിനെതിരെ KSPC പാലക്കാട് കളക്ടറേറ്റിന് മുന്നിൽ നടത്തിയ ഒപ്പുശേഖരണ ക്യാമ്പയിൻ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. വയോജന നയരൂപീകരണം എങ്ങുമെത്താത്ത സ്ഥിതി എങ്ങനെയുണ്ടായെന്ന് ഭരണാധികാരികൾ വിശദീകരിക്കണമെന്നും PT സണ്ണി ആവശ്യപ്പെട്ടു. പെൻഷൻ പരിഷ്കരണം കാലോചിതമായി നടക്കുന്നില്ല. ക്ഷാമാശ്വാസം, ആരോഗ്യ സംരക്ഷണം എന്നിവയുടെ കാര്യത്തിലും അനിശ്ചിതത്വം തുടരുകയാണ്. കേരളത്തിൽ 70 വയസ്സ് കഴിഞ്ഞവരുടെയും 100 വയസ്സ് പൂർത്തിയായവരുടെയും എണ്ണം വർദ്ധിക്കുകയാണ്. ഈ യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞുകൊണ്ടുള്ള വയോജന നയമാണ് വേണ്ടതെന്നും സണ്ണി പറഞ്ഞു. അതിശക്തമായിട്ടുള്ള സംഘടനകൾ അവരുടെ ശക്തി അതിനനുസരിച്ച് പ്രയോഗിക്കാതിരിക്കുകയും തികച്ചും സങ്കുചിതമായ രീതിയിലും അതോടൊപ്പം തന്നെ സെക്ടേറിയൻ സമീപനത്തിൻ്റെ അടിസ്ഥാനത്തിൽ കാലഭേദങ്ങൾക്കനുസരിച്ച് അല്ലെങ്കിൽ നമ്മുടെ ഗവൺമെൻറ് സംവിധാനം ആരാണ് കൈകാര്യം ചെയ്യുന്നത് എന്നതനുസരിച്ച് ഡിമാൻഡുകൾ വയ്ക്കുന്നതിൽ മാറ്റങ്ങൾ വരുന്നു. അതിൽ ശക്തി കുറയ്ക്കുന്നു, ശക്തി കൂട്ടുന്നു. ഇത്തരം രീതിയിൽ ഒരു സംഘടനാ തത്വത്തിൻ്റെ അടിസ്ഥാനത്തിൽ വ്യതിചലനം ഉണ്ടാകുന്ന ഒരു സന്ദർഭം പലപ്പോഴായി ഉണ്ടായ ഘട്ടത്തിലാണ് സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് കൗൺസിൽ എന്ന് പറയുന്ന സംഘടനയ്ക്ക് രൂപം കൊടുക്കേണ്ടി വന്നത്. KSPC ജില്ലാ പ്രസിഡന്റ് KN ശിവദാസൻ അധ്യക്ഷത വഹിച്ചു. ജോയിന്റ് കൗൺസിൽ സംസ്ഥാന കമ്മിറ്റി അംഗം PD അനിൽകുമാർ, AKSTU ജില്ലാ പ്രസിഡന്റ് രണദിവെ, KC അശോകൻ, KSPC ജില്ലാ സെക്രട്ടറി കൃഷ്ണൻകുട്ടി എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. തൃശൂർ നഗരത്തിൽ ഓടിക്കൊണ്ടിരുന്ന ഓട്ടോറിക്ഷയ്ക്ക് തീപിടിച്ചു. ശക്തൻ ബസ് സ്റ്റാൻഡിന് സമീപം ഇന്ന് രാവിലെയാണ് സംഭവം. CNG ഓട്ടോറിക്ഷയിൽ വാതക ചോർച്ചയാണ് തീപിടുത്തത്തിന് കാരണമെന്ന് കരുതുന്നു. ഫയർഫോഴ്സ് എത്തി തീയണച്ചു. ആളപായമില്ല. ഭരണഘടന നേരിടുന്ന വെല്ലുവിളികളെ നേരിടാൻ നാം കരുത്താർജിക്കണമെന്ന് VK ശ്രീകണ്ഠൻ MP. എലമ്പുലാശ്ശേരിയിൽ നിരഞ്ജൻ അനുസ്മരണം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു MP. പഠാൻകോട്ട് ഭീകരാക്രമണത്തിൽ വീരമൃത്യു വരിച്ച ലഫ്റ്റനന്റ് കേണൽ EK നിരഞ്ജന്റെ സ്മൃതി മണ്ഡപത്തിലായിരുന്നു അനുസ്മരണ സമ്മേളനം. എല്ലാവരെയും ഒരുമിച്ച് കൊണ്ടുപോകാൻ വിഭാവനം ചെയ്ത ഭരണഘടന ഇന്ന് വലിയ വെല്ലുവിളികളാണ് നേരിടുന്നതെന്നും VK ശ്രീകണ്ഠൻ MP കൂട്ടിച്ചേർത്തു. നാടുള്ളിടത്തോളം കാലം നിരഞ്ജൻ എന്ന പേര് നിലനിൽക്കുമെന്നും MP പറഞ്ഞു. ആ ഐക്യത്തിന് ഏറ്റവും നെടുന്തൂണായി പ്രവർത്തിക്കുന്നത് നമ്മുടെ ഭരണഘടനയാണ്. ആ ഭരണഘടന നേരിടുന്ന വെല്ലുവിളിയെ അതിജീവിക്കാനുള്ള കരുത്ത് നമുക്കും അടുത്ത തലമുറയ്ക്കും ഉണ്ടാക്കുക എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും പരമപ്രധാനമായിട്ടുള്ള ലക്ഷ്യം. നിരഞ്ജന്റെ ധീരസ്മരണകൾ ഈ നാടുള്ളിടത്തോളം കാലം നിൽക്കും. നമ്മുടെ രാജ്യസേവനത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നത് സൈന്യമാണ്. സൈന്യത്തിന്റെ സംഭാവനകൾ വിലമതിക്കാനാകാത്തതാണ്. സൈന്യത്തിലെ ഓരോ അംഗവും നമ്മളെപ്പോലെ ഓരോ കുടുംബത്തിൽ ജനിച്ചിട്ടുള്ള വ്യക്തികളാണ്. അവരെയൊക്കെ ആശ്രയിച്ച് മക്കളും അതുപോലെ തന്നെ കുടുംബാംഗങ്ങളൊക്കെ ഒരുപാട് പ്രതീക്ഷിച്ച് ആണ് അവരെയൊക്കെ വളർത്തിയതും വലുതാക്കിയതൊക്കെ. പക്ഷേ അവരുടെ കുടുംബവും അവരുടെ മറ്റ് ബന്ധങ്ങളൊക്കെ വിട്ട് നമ്മളെപ്പോലുള്ള രാജ്യത്ത് നിവസിക്കുന്ന കോടിക്കണക്കിന് ആളുകളുടെ സുരക്ഷയ്ക്ക് വേണ്ടിയാണ് പ്രവർത്തിക്കുന്നത്. നിരഞ്ജൻ സ്മൃതി മണ്ഡപത്തിൽ നടന്ന അനുസ്മരണ സമ്മേളനത്തിൽ K പ്രേംകുമാർ MLA അധ്യക്ഷത വഹിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KM ഹനീഫ, നിരഞ്ജന്റെ പിതാവ് ശിവരാജൻ, മഹാത്മാഗാന്ധി ചാരിറ്റബിൾ ആൻഡ് എഡ്യൂക്കേഷൻ ട്രസ്റ്റ് ചെയർമാൻ P ഹരിഗോവിന്ദൻ, എക്സ് സർവീസ് ലീഗ് ജില്ലാ ജനറൽ സെക്രട്ടറി VS കൃഷ്ണകുമാർ, ബ്ലോക്ക് സെക്രട്ടറി ഉണ്ണികൃഷ്ണൻ, സുരേഷ് തെങ്ങിൻതോട്ടം, K രജിത, അനസ് പൊമ്പ്ര, KK ഷൗക്കത്ത് എന്നിവർ സംസാരിച്ചു. മഹാത്മാഗാന്ധി ചാരിറ്റബിൾ ആൻഡ് എഡ്യൂക്കേഷൻ ട്രസ്റ്റിന്റെയും എക്സ് സർവീസ് ലീഗ് കടമ്പഴിപ്പുറം ബ്ലോക്ക് കമ്മിറ്റിയുടെയും നേതൃത്വത്തിലായിരുന്നു പരിപാടി. രാവിലെ സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചന, തുടർന്ന് മാർച്ച് പാസ്റ്റ് എന്നിവ നടന്നു. വിവിധ വിദ്യാലയങ്ങളിലെ NCC, സ്കൗട്ട് ആൻഡ് ഗൈഡ്സ്, ബാൻഡ് സെറ്റ്, പാലക്കാട് സൈനിക കൂട്ടായ്മ, റെഡ് ക്രോസ് എന്നിവർ മാർച്ച് പാസ്റ്റിൽ പങ്കാളികളായി. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ഷൊർണൂർ നഗരസഭ ജനറൽ ആരോഗ്യ വിഭാഗങ്ങളുടെ പുതിയ കെട്ടിടം തുറന്നു നൽകി. വെള്ളിയാഴ്ച രാവിലെ P മമ്മിക്കുട്ടി MLA നാടമുറിച്ച് പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. സർക്കാരുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഗവൺമെന്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതുപോലെ തന്നെ MLA-മാരുടെ സംരക്ഷണ പദ്ധതി ഉപയോഗിച്ചു, അതുപോലെ തന്നെ വിവിധ ഏജൻസികളിൽ നിന്ന് ലഭ്യമാകുന്ന പദ്ധതികൾ ഉപയോഗിച്ചു
സൗകര്യം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള തുടർച്ചയായ ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് നമുക്ക് ഇപ്പോൾ ഈ പുതിയ വർഷത്തിൽ ഈ ഓഫീസിലേക്ക് നമ്മുടെ പ്രവർത്തനം നടത്തുന്നതിന് വേണ്ടി സാധിച്ചത്. ചടങ്ങിൽ ഷൊർണൂർ നഗരസഭാ ചെയർമാൻ MK ജയപ്രകാശ് അധ്യക്ഷത വഹിച്ചു. ഡെപ്യൂട്ടി ചെയർപേഴ്സൺ P സിന്ധു സ്വാഗതം പറഞ്ഞു. PS സന്ദീപ് റിപ്പോർട്ട് അവതരിപ്പിച്ചു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ SG മുകുന്ദൻ, ഫാത്തിമത്ത് ഫർസാന, KM ലക്ഷ്മണൻ, നഗരസഭാ സെക്രട്ടറി PS രാജേഷ്, കുടുംബശ്രീ ചെയർപേഴ്സൺ VC സിന്ധു എന്നിവർ സംസാരിച്ചു. മറ്റ് കൗൺസിലർമാർ, നഗരസഭാ ജീവനക്കാർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. കഥകളി ആചാര്യൻ അപ്പുക്കുട്ടി മെമ്മോറിയൽ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ അപ്പുക്കുട്ടി പൊതുവാൾ ജന്മശതാബ്ദി ആഘോഷവും പുരസ്കാര സമ്മേളനവും കലാമണ്ഡലം കൂത്തമ്പലത്തിൽ നടന്നു. കലാമണ്ഡലം വൈസ് ചാൻസലർ ഡോക്ടർ B അനന്തകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ഗുരുക്കന്മാരും ഓരോ ഗുരുക്കന്മാരും അവരുടേതായ ശൈലികളിലൂടെ ഈ ഒരു വാദന സമ്പ്രദായത്തെ വളർത്തുകയും ഇന്നിപ്പോൾ ഇതൊരു സ്വതന്ത്ര വാദ്യമായിട്ട് തന്നെ അല്ലെങ്കിൽ ഒരു പുതിയ ഒരു സാഹചര്യത്തിന് അല്ലെങ്കിൽ സന്ദർഭത്തിനനുസരിച്ചിട്ട് ഒരു പുതിയ വാദന സമ്പ്രദായത്തിലേക്കോ അല്ലെങ്കിൽ ആധുനിക കാലഘട്ടത്തിൽ അതിൻ്റെതായ ഒരു തനിമയോടുകൂടി അതിൻ്റെ ഒരു ഐഡൻറ്റിറ്റിയോടുകൂടിയും വരുന്ന ഒരു കാലഘട്ടമാണിത്. ഒരു സന്ദർഭത്തിലാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത്. എന്നിട്ടും ഈ വാദ്യങ്ങൾ അത് മൊത്തത്തിൽ മേളവുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ വാദ്യങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാം പൊതുവായിട്ടുള്ള ഒരു കാര്യമാണിത്. മദ്ദളത്തിന് മാത്രം ലക്ഷ്യമാക്കി പറയുന്നതല്ല. എനിക്ക് തോന്നുന്നു ഈ ഒരു ട്രസ്റ്റ് കുറച്ചുകൂടി എനിക്ക് തോന്നുന്നു ഈ ഒരു വൈജ്ഞാനിക മേഖല എങ്ങനെ ഈ മേളവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളെ ഒരു വൈജ്ഞാനിക മേഖലയായി. ട്രസ്റ്റ് പ്രസിഡന്റ് കലാമണ്ഡലം നാരായണൻ നായർ അധ്യക്ഷത വഹിച്ചു. പ്രശസ്ത മദ്ദള കലാകാരൻ ചെർപ്പുളശ്ശേരി ശിവൻ കോട്ടയ്ക്കൽ രവിക്ക് ജന്മശതാബ്ദി പുരസ്കാരവും കലാമണ്ഡലം നാരായണന് തിരുവില്ലാമല മാധവ വാര്യർ യുവപ്രതിഭ പുരസ്കാരവും പെരുവമ്പ് രാഘവന് വാദ്യശില്പി പുരസ്കാരവും നൽകി ആദരിച്ചു. കലാനിരൂപകൻ ഡോക്ടർ MJ ശ്രീചിത്രൻ അനുസ്മരണ പ്രഭാഷണം നടത്തി. കലാമണ്ഡലം രജിസ്ട്രാർ ഡോക്ടർ P രാജേഷ് കുമാർ മുഖ്യപ്രഭാഷണം നടത്തി. KP രവിശങ്കർ വിശിഷ്ട അതിഥിയായി പങ്കെടുത്തു. കലാമണ്ഡലം നാരായണൻ, ഡോക്ടർ ഗോകുൽ നാരായണൻ, ഡോക്ടർ PV വിജയകൃഷ്ണൻ, കലാമണ്ഡലത്തിലെ വിവിധ വകുപ്പ് മേധാവികളായ കലാമണ്ഡലം ശിവദാസ്, കലാമണ്ഡലം ഹരിനാരായണൻ, കലാമണ്ഡലം ശ്രീനാഥ്, കലാമണ്ഡലം ഹരീഷ് കുമാർ, ട്രസ്റ്റ് ഭാരവാഹികളായ രാംകുമാർ, MV അശോക വാര്യർ തുടങ്ങിയവർ സംസാരിച്ചു. കലാമണ്ഡലം മദ്ദള വകുപ്പ് മേധാവി കലാമണ്ഡലം ഹരിദാസൻ സ്വാഗതവും ട്രസ്റ്റ് സെക്രട്ടറി ഗോപി N പൊതുവാൾ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. തിരുവേഗപ്പുറ ഗ്രാമപഞ്ചായത്ത് സംഘടിപ്പിക്കുന്ന ഗെയിം ഫെസ്റ്റിന്റെ ലോഞ്ചിംഗ് ഇവന്റ് പ്രൗഢഗംഭീരമായി. തിരുവേഗപ്പുറ ഫോക്ലോർ പാർക്കിൽ നടന്ന പരിപാടി പഞ്ചായത്ത് പ്രസിഡന്റ് KKA അസീസ് ഉദ്ഘാടനം ചെയ്തു. പ്രശസ്ത ഗസൽ ഗായകൻ ഷെബി സമന്തർ അവതരിപ്പിച്ച ഷെബി പാടുന്നു എന്ന പരിപാടിയും ലോഞ്ചിംഗ് ഇവന്റിന്റെ ഭാഗമായി നടന്നു. ആ രണ്ടു വാക്കിലേക്ക് എളുപ്പമായിട്ട് പറയാവുന്നതാണ്. എനിക്കത് അവര് പണിയെടുക്കാട്ട് നല്ലത് നിങ്ങളെ വായിൽ നിന്ന് കേൾക്കുന്നതാണ്. വായിൽ നിന്ന് എന്നതിനപ്പുറത്തേക്ക് എന്നിട്ട് ഹൃദയത്തിൽ നിന്ന് കേൾക്കുമ്പോൾ സുഖമാണ്. ഒന്നാം തീയതി ചാടി ചാടി നിൽക്കുന്നത് അല്ലേ? എല്ലാരും പോകണം, എല്ലാരും ഇതിലേക്ക് പോവാം. പഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് നൂറുകണക്കിന് ആളുകളാണ് പരിപാടി വീക്ഷിക്കാനായി എത്തിയത്. ഗെയിം ഓഫ് വേഗ എന്ന പേരിൽ
തിരുവേഗപ്പുറ ഗ്രാമപഞ്ചായത്ത് സംഘടിപ്പിക്കുന്ന ഗെയിം ഫെസ്റ്റ് 2025 ഏപ്രിൽ 1 മുതൽ 31 വരെയുള്ള തീയതികളിലായി നടക്കും. സ്പോർട്സ് ലീഗ് മാതൃകയിൽ ക്രിക്കറ്റ്, ഫുട്ബോൾ, വോളിബോൾ, ബാഡ്മിന്റൺ, വടംവലി തുടങ്ങിയ ഗെയിം ഇനങ്ങൾ 16 ഫ്രാഞ്ചൈസികൾക്ക് കീഴിലായി 1000-ലധികം കായിക താരങ്ങൾ പങ്കെടുക്കുന്ന രീതിയിലാണ് ഒരുക്കുന്നത്. ജനുവരി 5 മുതൽ മത്സരാർത്ഥികൾക്കുള്ള രജിസ്ട്രേഷൻ ആരംഭിക്കുമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് KK അസീസ് അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. ഷൊർണൂരിൽ മാലിന്യമുക്ത കേരളം പദ്ധതിയുടെ ക്യാമ്പയിൻ സംഘടിപ്പിച്ചു. നഗരസഭാ വൈസ് ചെയർപേഴ്സൺ P. സിന്ധു ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ CITU ജില്ലാ വൈസ് പ്രസിഡന്റ് RG പിള്ള അധ്യക്ഷത വഹിച്ചു. മുനിസിപ്പൽ കോർഡിനേഷൻ കമ്മിറ്റി കൺവീനർ V. വേണുഗോപാലൻ സ്വാഗതവും ഡിവിഷൻ കമ്മിറ്റി അംഗം സേതുമാധവൻ നന്ദിയും പറഞ്ഞു. 19ാം വാർഡിലെ വീടുകളിൽ കയറിയാണ് മാലിന്യമുക്ത കേരളം പദ്ധതിയുമായി ബന്ധപ്പെട്ട് ബോധവൽക്കരണം നടത്തിയത്. ന്യൂസ് സെന്റർ, ഷൊർണൂർ. കുട്ടികളെ സിലബസ് പഠിപ്പിക്കുന്നതിനപ്പുറം സ്വഭാവത്തെയും ശീലത്തെയും രൂപപ്പെടുത്തിയെടുക്കാനുള്ള ഉത്തരവാദിത്വം കൂടി സമൂഹത്തിൽ അധ്യാപകർക്കുണ്ടെന്നും അതുകൊണ്ട് തന്നെയാണ് അധ്യാപകർ മഹത്വമുള്ളവരാകുന്നത് എന്നും അഡ്വക്കേറ്റ് പ്രേംകുമാർ MLA കേരളശ്ശേരി NEUP സ്കൂളിന്റെ പ്ലാറ്റിനം ജൂബിലിയോടനുബന്ധിച്ച് നടന്ന കലാപരിപാടികളുടെ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. യഥാർത്ഥത്തിലുള്ള അധ്യാപകർ സിലബസ് പഠിപ്പിക്കുന്നതിനപ്പുറത്ത് കുട്ടിയെ അവരുടെ സ്വഭാവത്തെയും ശീലത്തെയും ഒക്കെ രൂപപ്പെടുത്തിയെടുക്കാൻ കഴിയുന്ന നിലയിലുള്ള കാര്യങ്ങൾ പകർന്നു കൊടുക്കാൻ നമ്മുടെ സമൂഹത്തിൽ അധ്യാപകർക്ക് ഉത്തരവാദിത്വവും ചുമതലയുമുണ്ട് എന്നുകൂടി നമുക്ക് ഈ സന്ദർഭത്തിൽ പങ്കുവയ്ക്കാനാകും. നമ്മുടെ സമൂഹത്തിൽ അധ്യാപകർ അതുകൊണ്ടാണ് എല്ലാ സന്ദർഭത്തിലും ഏറ്റവും മഹത്വമുള്ളവരായി മാറുന്നത്. റിട്ടയർ ചെയ്ത പിന്നെ ആരെയും ആ നിലയിലുള്ള ബഹുമാനം നാട് നൽകി ആദരിക്കാറില്ല. പക്ഷേ ഒരു ടീച്ചർ, ഒരു മാഷ് റിട്ടയർ ചെയ്ത് മരണം വരെയും അവർ ടീച്ചറും മാഷുമായി അവരുടെ ജീവിതത്തിൽ തുടരുകയാണ്. മാതാപിതാ ഗുരുദൈവം എന്ന് പറയുന്നത് പോലെ വലിയ പ്രാധാന്യമാണ് നമ്മുടെ സമൂഹം അധ്യാപകർക്ക് നൽകുന്നത് എന്നുകൂടി ഈ സന്ദർഭത്തിൽ ഓർമ്മിപ്പിക്കുകയാണ്. കേരളശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷീബ സുനിൽ അധ്യക്ഷത വഹിച്ചു. ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി നടന്ന പൊതുസമ്മേളനം പാലക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് V. സേതുമാധവൻ നിർവഹിച്ചു. ചടങ്ങിൽ മാധ്യമപ്രവർത്തകൻ KP മൊയ്തീൻകുട്ടി, പരിസ്ഥിതി പ്രവർത്തകൻ കല്ലൂർ ബാലൻ, മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് MS മന്നാടിയാർ വിവിധ മത്സരങ്ങളിൽ മികവ് തെളിയിച്ച കുട്ടികളെയും ആദരിച്ചു. HM ഇൻചാർജ് ബേബി പ്രിയ റിപ്പോർട്ട് വായിച്ചു. മങ്കര പഞ്ചായത്ത് അംഗം MV രമേശ്, BPC അജിത്, മുൻ പ്രധാനാധ്യാപകൻ MP ശ്രീകുമാർ, വേണുജി നായർ, PTA പ്രസിഡന്റ് PV രാജകുമാരൻ, MTA പ്രസിഡന്റ് ബീന, സിദ്ദിഖ്, പരിസ്ഥിതി പ്രവർത്തകൻ കല്ലൂർ ബാലൻ, KKA റഹ്മാൻ, പൂർവ്വ വിദ്യാർത്ഥികൾ എന്നിവർ സംസാരിച്ചു. സ്കൂൾ മാനേജർ MP നാരായണൻകുട്ടി സ്വാഗതവും PK അൻസാർ മാസ്റ്റർ നന്ദിയും പറഞ്ഞു. തുടർന്ന് കുട്ടികളുടെ കലാപരിപാടികളും ഉണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. പട്ടാമ്പി ഗവൺമെന്റ് സംസ്കൃത കോളേജിൽ MT വാസുദേവൻ നായർ അനുസ്മരണം സംഘടിപ്പിച്ചു. കോളേജ് മലയാള വിഭാഗത്തിന്റെ ആഭിമുഖ്യത്തിലായിരുന്നു പരിപാടി. KP രാമനുണ്ണി MT അനുസ്മരണ പ്രഭാഷണം നടത്തി. എന്നോട് ഒരു ഓട്ടോറിക്ഷ ഡ്രൈവർ പറഞ്ഞതാണ്, മമ്മൂട്ടിനെ കഴിച്ചിലാക്കിയ പാർട്ടിയല്ലേ എന്ന് വെച്ചു. മമ്മൂട്ടിനെ കഴിച്ചിലാക്കിയ പാർട്ടിയല്ലേ എന്ന് വെച്ചു. ഇങ്ങനെ ഏതെങ്കിലും ഒരു തരത്തിൽ തുഞ്ചൻ സ്മാരകത്തിനെയാണെങ്കിൽ, മാതൃഭൂമിയെയാണ്, കേരള സാഹിത്യ അക്കാദമിയാണ്, സിനിമയെയാണെങ്കിൽ, സാഹിത്യത്തിനെയാണ് ഏതെങ്കിലും നിലയ്ക്ക് സ്പർശിച്ചത്. ഇതിനൊന്നും സ്പർശിച്ചിട്ടില്ലെങ്കിലും MT എന്ന വാക്ക് ഒരു സവിശേഷ മന്ത്രം പോലെ മലയാള സമൂഹത്തിൽ നിറഞ്ഞു നിൽക്കും. മലയാളം വിഭാഗം മേധാവി ഡോക്ടർ HK സന്തോഷ് അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ രാജേന്ദ്രൻ എടത്തുംകര സ്വാഗതം പറഞ്ഞു. കോളേജിലെ മലയാളം വിഭാഗത്തിന്റെ നേതൃത്വത്തിലാണ് MT അനുസ്മരണം സംഘടിപ്പിച്ചത്. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. PK സുധാകരൻ ഒറ്റപ്പാലം താലൂക്ക് പബ്ലിക് ലൈബ്രറി MT വാസുദേവൻ നായർ അനുസ്മരണം നടത്തി. അനുസ്മരണ യോഗം താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി C. വിജയൻ ഉദ്ഘാടനം ചെയ്തു. അസിസ്റ്റന്റ് പ്രൊഫസർ അഞ്ജലി സുധാകരൻ MT അനുസ്മരണ പ്രഭാഷണം നടത്തി. അത്രയും വലിയ പ്രൗഢഗംഭീരമായ ഒരു പ്രഭാഷണം നടത്താൻ മാത്രം ഞാൻ ആളല്ല. ഇപ്പോ സത്യത്തിൽ സുധാകരൻ മാഷ് ഉണ്ടായിരുന്നെങ്കിൽ ഇത് കേട്ടോണ്ട് എന്നെ നോക്കിയിട്ട് പുച്ഛിച്ചിരിക്കുകയായിരുന്നു. ഇത്രത്തോളം നീ വളർന്നു വന്നു. കാരണം അത്രത്തോളം ഞാൻ വളർന്നിട്ടില്ല. വളരെ ശുഷ്കമായ
അനുഭവമുള്ള വായനയോട് അത്രയും ഇഷ്ടമുള്ള ഒരാൾ മാത്രമാണ് ഞാൻ. പണ്ട് സ്കൂൾ പഠിക്കുമ്പോൾ മുതലേ, ഞാനൊക്കെ ജനിച്ച് വളരെ കുറച്ച് കാലം കഴിയുമ്പോഴേക്കാണ് MTക്ക് ജ്ഞാനപീഠം അവാർഡ് കിട്ടുന്നത്. അപ്പൊ സ്കൂൾ പഠിക്കുന്ന മുതൽ വളരെ ഗംഭീരമായ മലയാളത്തിന്റെ ഒരു ലെജൻഡറി റൈറ്റർ എന്നുള്ള രീതിയിലാണ് MT എന്നും കാണുന്നത്. അപ്പൊ അത്രയും വലിയ റൈറ്ററിന്റെ 1-2 ബുക്കൊക്കെ എടുത്ത് വായിക്കുക എന്നുള്ളത് പണ്ടൊക്കെ വലിയ കാര്യമായിരുന്നു. താലൂക്ക് ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് KP സുധീർ സംസാരിച്ചു. ലൈബ്രറി കൗൺസിൽ വൈസ് പ്രസിഡന്റ് AM ഉഷാദേവി അധ്യക്ഷത വഹിച്ചു. ലൈബ്രറി കൗൺസിൽ ജോയിന്റ് സെക്രട്ടറി K അജിത് കുമാർ സ്വാഗതവും ലൈബ്രറിയൻ PR ശോഭ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. ക്ഷയരോഗ നിർമ്മാർജ്ജന യജ്ഞത്തോടനുബന്ധിച്ച് ദേശീയ ആയുർവേദ പഞ്ചകർമ്മ ഗവേഷണ കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ ബോധവൽക്കരണ ക്ലാസ് നടത്തി. ആയുർവേദ അസിസ്റ്റന്റ് ഡയറക്ടർ ഡോക്ടർ VC ദീപ് ഉദ്ഘാടനം ചെയ്തു. അസിസ്റ്റന്റ് ഡയറക്ടർ N തമിഴ്ശെൽവം ആശംസകൾ അർപ്പിച്ചു. ഡോക്ടർ അജയ് രാജൻ ക്ലാസ് എടുത്തു. സീനിയർ ട്രീറ്റ്മെന്റ് സൂപ്പർവൈസർ സുനിത, റിസർച്ച് ഓഫീസർമാരായ ഡോക്ടർ സരിക, ഡോക്ടർ അശ്വതി മോഹൻ, സീനിയർ റിസർച്ച് ഫെലോ ഡോക്ടർ മീര എന്നിവർ സംസാരിച്ചു. രാജാവ് എന്നുള്ള രീതിയിലാണ് നമ്മൾ നമ്മുടെ പുരാണങ്ങളിലെ അല്ലെങ്കിൽ ആയുർവേദത്തിൻ്റെ ഒരു ഭാഷയിൽ പറയുമ്പോൾ അപ്പം അത് വളരെ ശരിയാണ്. കാരണം ആ പേരിൽ നിന്ന് തന്നെ ആ രോഗം നമുക്ക് മനസ്സിലാവും. ക്ഷയരോഗം എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു ചരിത്രത്തിൽ തന്നെ വളരെ പഴയ ഒരു അസുഖമാണ്. നമ്മളുടെ ആരോഗ്യം ക്ഷയിക്കുന്നതനുസരിച്ച് നമ്മളിലേക്ക് ഈ രോഗം കൂടുതൽ ശക്തി ആർജിച്ച് വരാൻ സാധ്യതയുള്ള ഒരു രോഗമാണ് ക്ഷയരോഗം. ക്ഷയരോഗാണുക്കൾ നമ്മുടെ ശരീരത്തിലുണ്ട്, പക്ഷേ നമ്മൾ ഇൻഫെക്റ്റഡ് ആണ്, എന്നാൽ ഡിസീസ്ഡ് അല്ല. ഡിസീസ്ഡ് ആവണമെങ്കിൽ എന്താണ്, നമ്മൾ മാനിഫെസ്റ്റേഷൻസ് വരണം, അതിൻ്റെ ലക്ഷണങ്ങൾ വരണം. അപ്പം ലക്ഷണങ്ങൾ എന്തൊക്കെയായിരിക്കാം? പ്രധാനമായിട്ടും 4 ലക്ഷണങ്ങൾ പറയുന്നു. ചുമ, 2 ആഴ്ചയിൽ കൂടുതലുള്ള ചുമ, പനി, വൈകുന്നേരങ്ങളിലുള്ള ഒരു കുളിര് പോലുള്ള ഒരു അവസ്ഥ, അതുപോലെ ഭാരക്കുറവ്, വെയിറ്റ് കുറഞ്ഞു വരുന്നു. അതുപോലെ തന്നെ വരാവുന്ന മറ്റ് ചില ലക്ഷണങ്ങൾ നമ്മൾ കഫത്തിൽ രക്തത്തിൻ്റെ അളവ് കാണുക, നെഞ്ചിൽ വേദന തോന്നുക. അപ്പം TB തന്നെ 2 തരത്തിൽ പ്രധാനമായിട്ടും തിരിച്ചിട്ടുണ്ട്. ശ്വാസകോശത്തെ ബാധിക്കുന്നതും ശ്വാസകോശത്തിന് പുറത്തുള്ള അവയവത്തെ ബാധിക്കുന്നു. പല്ലും നഖവും ഒഴിച്ച് ഏത് അവയവത്തെ വേണമെങ്കിലും ക്ഷയരോഗ അണുക്കൾ ബാധിക്കാം. പുതുവർഷത്തോടനുബന്ധിച്ച് കോട്ടായി കീഴത്തൂർ ALP സ്കൂളിൽ പ്രീ പ്രൈമറി ഫെസ്റ്റ് സംഘടിപ്പിച്ചു. കോട്ടായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് A സതീഷ് ഉദ്ഘാടനം ചെയ്തു. പ്രധാന അധ്യാപകൻ A സുബൈർ, പ്രീ പ്രൈമറി ടീച്ചർമാരായ K സുജാത, R രഞ്ജിനി, PTA പ്രസിഡന്റ് K അമാനുള്ള, ഷമീർ ഖാൻ എന്നിവർ സംസാരിച്ചു. അഭിനയഗാനം, കഥ പറയൽ, ദേശഭക്തി ഗാനം, പ്രതിജ്ഞ ചൊല്ലൽ, കളറിംഗ്, ഫാൻസി ഡ്രസ് എന്നീ ഇനങ്ങളിൽ മത്സരങ്ങൾ നടത്തി. വിജയികൾക്ക് സമ്മാന വിതരണവും നടന്നു. ന്യൂസ് ബ്യൂറോ, കോട്ടായി. മണ്ണൂർ ഗ്രാമപഞ്ചായത്ത് 5-ാം വാർഡിൽ താമസിക്കുന്ന അത്തിക്കൽ വീട്ടിൽ ബേബി ഷക്കീലയുടെ ലിവർ മാറ്റൽ ശസ്ത്രക്രിയയ്ക്കായി മണ്ണൂർ നന്മ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ സമാഹരിച്ച 30,000 രൂപയുടെ ചെക്ക് മണ്ണൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് S അനിത, ചികിത്സാ കമ്മിറ്റി ഭാരവാഹികളായ യൂസഫ്, ഹക്കീം മാസ്റ്റർ എന്നിവർക്ക് കൈമാറി. നന്മ ചാരിറ്റബിൾ ട്രസ്റ്റ് പ്രസിഡന്റ് ഓമനക്കുട്ടൻ, ഭാരവാഹികൾ ആയ ബാലകൃഷ്ണൻ, തങ്കപ്പൻ, വാസു മാസ്റ്റർ, വിജയൻ, ജയകൃഷ്ണൻ, രാമചന്ദ്രൻ എന്നിവർ പ്രസിഡന്റിനോടൊപ്പം ഉണ്ടായിരുന്നു. നമ്മളൊരു ഇടയ്ക്ക് 10,000 രൂപ എല്ലാ കിഡ്നി പേഷ്യന്റിനും 5,000 രൂപ എല്ലാ കിഡ്നി പേഷ്യന്റും അത് തുടർച്ചയായിട്ട് നമുക്ക് കൊണ്ടുപോകാൻ പറ്റില്ല. പക്ഷെ ഇവന്റെ സ്ഥിതി എല്ലാവരിൽ നിന്നും വ്യത്യസ്തമാണ്. അപ്പൊ അതുകൊണ്ട് 20,000 രൂപ കഴിഞ്ഞ ആഴ്ച അതല്ലെങ്കിൽ നമുക്കൊരു 50,000 രൂപയ്ക്ക് എത്തിക്കണമെന്ന് കരുതിയതാണ്. പരമാവധി ഞങ്ങളെ കൊണ്ട് കഴിയുന്നത് വീണ്ടും ഞങ്ങൾ സഹായിക്കുക. കാരണം നിങ്ങളൊക്കെ ഇതിന് മുൻകൈയെടുത്ത് ഇറങ്ങുന്നത് തന്നെ വലിയൊരു കാര്യമാണ്. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി പാലക്കാട് ജില്ലാ കൌൺസിൽ യോഗവും മരണപ്പെട്ട വ്യാപാരികളുടെ കുടുംബങ്ങൾക്കുള്ള ധനസഹായ വിതരണവും ശനിയാഴ്ച വാവന്നൂർ ഗാമിയോ കൺവെൻഷൻ സെന്ററിൽ നടക്കും. വ്യാപാരി സുരക്ഷാ പദ്ധതിയിൽ അംഗങ്ങളായിരുന്ന 3 വ്യാപാരികളുടെ കുടുംബങ്ങൾക്ക് 30 ലക്ഷം രൂപ നൽകുമെന്ന് സമിതി ഭാരവാഹികൾ പട്ടാമ്പിയിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. രാവിലെ 10-ന് സംസ്ഥാന വൈസ് പ്രസിഡന്റും പാലക്കാട് ജില്ലാ പ്രസിഡന്റുമായ ബാബു കോട്ടയിൽ അധ്യക്ഷത വഹിക്കുന്ന പരിപാടിയിൽ തൃത്താല MLAയും തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയുമായ MB രാജേഷ് ജില്ലാ കൗൺസിൽ യോഗം ഉദ്ഘാടനം ചെയ്യും. ജില്ലാ ജനറൽ സെക്രട്ടറി KA ഹമീദ് റിപ്പോർട്ട് അവതരിപ്പിക്കും. ട്രഷറർ KK ഹരിദാസ് വരവ് ചെലവ് കണക്ക് അവതരിപ്പിക്കും.
ജില്ലയിലെ 12 നിയോജക മണ്ഡലങ്ങളിൽ നിന്നായി വ്യാപാരികളും ജില്ലാ കൗൺസിൽ അംഗങ്ങളുമായി 800 പേർ യോഗത്തിൽ പങ്കെടുക്കും. വ്യാപാരി വ്യവസായി ഏകോപന സമിതി അംഗങ്ങളുടെ വി സപ്പോർട്ടിൻ്റെ നേതൃത്വത്തിൽ 1 വർഷത്തിനുള്ളിൽ നേരത്തെ 2 പേർക്ക് ധനസഹായം നൽകിയിരുന്നു. ഇതിൻ്റെ തുടർച്ചയായാണ് 3 പേർക്ക് കൂടി 10 ലക്ഷം രൂപ വെച്ച് ധനസഹായം നൽകുന്നത്. വി സപ്പോർട്ട് പദ്ധതിക്ക് പുറമെ പലതരത്തിലുള്ള സഹായങ്ങളും വ്യാപാരി വ്യവസായി ഏകോപന സമിതി നൽകുന്നുണ്ടെന്നും നിയോജക മണ്ഡലം പ്രസിഡന്റ് KPA റസാഖ് പറഞ്ഞു. വ്യാപാരി സുരക്ഷാ പദ്ധതിയിൽ അംഗങ്ങളായിരിക്കുന്ന മരണപ്പെട്ട 3 പേർക്ക് 10 ലക്ഷം രൂപ വീതം സഹായ വിതരണവും 25/4/2025 വാവനൂർ ഗ്രാമീയ കൺവെൻഷൻ സെന്ററിൽ നടക്കുകയാണ്. അതായത് നാളെ. ഈ പദ്ധതി 1 വർഷം മുന്നെയാണ് ജില്ലയിൽ തുടക്കം കുറിച്ചത്. ഇതിൽ നിന്നും മരണപ്പെട്ട 2 പേർക്ക് ഇതിൻ്റെ മുന്നേ ജില്ലാ കമ്മിറ്റി 10 ലക്ഷം രൂപ വീതം നൽകുകയുണ്ടായി. ഇന്ന് 3 പേർക്കാണ് കേരളത്തിൻ്റെ ബഹുമാനപ്പെട്ട മന്ത്രി MP രാജേഷ് നാളെ നടക്കുന്ന പരിപാടിയിൽ വെച്ച് നൽകുന്നത്. ജനറൽ സെക്രട്ടറി സിദ്ദിഖ് പത്രാസ്, ട്രഷറർ KT ഷാജി, പട്ടാമ്പി യൂണിറ്റ് പ്രസിഡന്റ് ഗിരീഷ് പട്ടാമ്പി, യൂത്ത് വിംഗ് ജില്ലാ ജനറൽ സെക്രട്ടറി ഷിബു എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. മംഗലകാളികാവ് ക്ഷേത്രത്തിൽ നടക്കുന്ന ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞത്തിന്റെ ഭാഗമായുള്ള പന്തൽ കാൽനാട്ടൽ ചടങ്ങ് ഭക്തിനിർഭരമായി നടന്നു. ജനുവരി 21 മുതൽ 28 വരെയാണ് സപ്താഹയജ്ഞം. കാൽനാട്ടൽ കർമ്മം ഉത്സവ കമ്മിറ്റി പ്രസിഡന്റ് കൃഷ്ണദാസ് നിർവഹിച്ചു. യജ്ഞാചാര്യൻ വെള്ളിനേഴി ഹരികൃഷ്ണന്റെ നേതൃത്വത്തിലാണ് ചടങ്ങുകൾ നടക്കുക. രാവിലെ 6 മുതൽ വൈകിട്ട് 6 വരെ സപ്താഹ പാരായണവും എല്ലാ ദിവസങ്ങളിലും അന്നദാനവും ഉണ്ടായിരിക്കും. വൈകുന്നേരം 7 മണി മുതൽ എല്ലാ ദിവസവും കലാപരിപാടികളും ഒരുക്കിയിട്ടുണ്ടെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. അതുപോലെ തന്നെ നമ്മുടെ ഈ പരിപാടികൾ 7 ദിവസം നടക്കുന്ന പരിപാടികൾ അതിനോടനുബന്ധിച്ച് ദിവസേന കലാപരിപാടികളും ഉണ്ടായിരിക്കുന്നതാണ്. രാവിലെ 6 മണിക്ക് തുടങ്ങിയ സപ്താഹം വൈകിട്ട് 6 മണിക്ക് സമാപിക്കുന്നു. അതിനുശേഷം എല്ലാ ദിവസവും വൈകുന്നേരം 7 മണി മുതൽ 10 മണി വരെ വിവിധ കലാപരിപാടികൾ നടത്തുന്നു. എല്ലാ ഭക്തജനങ്ങളുടെയും സഹായവും സഹകരണവും ഈ സപ്താഹത്തിന് ഉണ്ടാവണമെന്ന് ഭഗവതിയുടെ നാമത്തിൽ ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. കോട്ടായി പുളിനെല്ലി അഞ്ചുമൂർത്തി ഇരട്ടക്കുളങ്ങര ക്ഷേത്രത്തിലെ മണ്ഡലകാല സമാപനത്തിന്റെ ഭാഗമായി വിളക്ക്, പെരുംപൂജ, താലപ്പൊലി ഉത്സവങ്ങൾ ഭക്തിസാന്ദ്രമായി. ക്ഷേത്രം തന്ത്രി പനാവൂർ ദിവാകരൻ നമ്പൂതിരിപ്പാടിന്റെ കാർമ്മികത്വത്തിൽ പ്രത്യേക പൂജകളും മുന്തരിയൂട്ട്, കേളി സമേതം ദീപാരാധന തുടങ്ങിയ ക്ഷേത്രാചാരമായ ചടങ്ങുകൾ നടന്നു. വൈകുന്നേരം നാടൻപാട്ടും ഡബിൾ തായമ്പകയും ഉണ്ടായിരുന്നു. അയ്യപ്പക്ഷേത്രത്തിൽ നിന്നും പഞ്ചാരിമേളം, പാണ്ടിമേളം എന്നിവയുടെ അകമ്പടിയോടെ കുളങ്ങരയിലേക്ക് താലം എഴുന്നള്ളിപ്പും താലം ചൊരിയൽ എന്നീ ചടങ്ങുകളും നടന്നു. ഒറ്റപ്പാലം അർബൻ ബാങ്കിലെ വായ്പക്കാർക്ക് ബാങ്കിന്റെ പുതുവത്സര സമ്മാനം പുതുവത്സരാഘോഷവേളയിൽ ബാങ്ക് ചെയർമാൻ U രാജഗോപാൽ പ്രഖ്യാപിച്ചു. ബാങ്കിൽ നിന്ന് വായ്പയെടുത്തവരിൽ 2024-2025 സാമ്പത്തിക വർഷത്തിൽ മാസം തോറും മുടക്കമില്ലാതെ കൃത്യമായി വായ്പയുടെ ഗഡു തിരിച്ചടച്ചവർക്ക് തിരിച്ചടച്ച പലിശയുടെ 10% ഇൻസെൻറ്റീവ് നൽകുന്നതാണ് പുതുവത്സര സമ്മാനം. ബാങ്കിൽ നടന്ന പുതുവത്സരാഘോഷ പരിപാടിയിൽ ബാങ്ക് ചെയർമാൻ U രാജഗോപാൽ സമ്മാനം പ്രഖ്യാപിച്ചു. ജനുവരി 25 മുതൽ പദ്ധതി നടപ്പാക്കും. ബാങ്കിൽ നിന്ന് വായ്പയെടുത്ത് വിവിധ കാരണങ്ങളാൽ തിരിച്ചടയ്ക്കാൻ കഴിയാതെ സാമ്പത്തികമായി പ്രയാസം നേരിടുന്നവർക്ക് ഒറ്റത്തവണ തീർപ്പാക്കലിനായി ഓഗസ്റ്റ് മാസത്തിൽ അദാലത്തും ബാങ്ക് സംഘടിപ്പിച്ചിരുന്നു. ഇതുവഴി 4.5 കോടി രൂപയുടെ ആനുകൂല്യം ഇടപാടുകാർക്ക് നൽകുകയുണ്ടായി. 400-ലേറെ പേരാണ് അദാലത്തിൽ പങ്കെടുത്തത്. ബാങ്കിൽ നടന്ന പുതുവത്സരാഘോഷ പരിപാടിയിൽ ബാങ്ക് വൈസ് ചെയർമാൻ KN ശിവദാസൻ അധ്യക്ഷത വഹിച്ചു. മെയിൻ ബ്രാഞ്ച് മാനേജർ PK സിന്ധു സ്വാഗതം പറഞ്ഞു. മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ M രാമനുണ്ണി, ഡയറക്ടർ PK ഗംഗാധരൻ, ജനറൽ മാനേജർ ഇൻചാർജ് CS ബിന്ദു എന്നിവർ പുതുവത്സര ആശംസകൾ നേർന്നു. T ചന്ദ്രൻ നന്ദി പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഭൂമി തരം മാറ്റലുമായി ബന്ധപ്പെട്ട പരാതികൾ പരിഹരിക്കാൻ പ്രത്യേക അദാലത്ത് സംഘടിപ്പിക്കുമെന്ന് മന്ത്രി MP രാജേഷ്. പാലക്കാട്ട് കരുതലും കൈത്താങ്ങും താലൂക്ക് തല പരാതി പരിഹാര അദാലത്ത്. ലഭിച്ച പരാതികൾ നിയമത്തിനകത്തുനിന്ന് പരമാവധി പരിഹരിക്കാനാണ് ശ്രമമെന്നും മന്ത്രി. പട്ടാമ്പി ചൂരക്കോട് സ്വദേശിനിയായ 15-കാരിയെ കാണാതായിട്ട് ഇന്നേക്ക് 5 ദിവസം. ആശങ്കയോടെ പെൺകുട്ടിയുടെ കുടുംബം.
സംസ്ഥാനത്താകെ തിരച്ചിൽ നടത്തി പോലീസ്. അന്വേഷണം നടത്തുന്നത് ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ 36-ലേറെ പോലീസുകാർ ഉൾപ്പെട്ട സംഘം. തൃശൂർ പുല്ലഴിയിൽ ഫ്ളാറ്റിലേക്ക് പടക്കമേറ്. കേരള സ്റ്റേറ്റ് ഹൌസിംഗ് കോളനി ഫ്ളാറ്റിലേക്ക് പടക്കമേറുണ്ടായത് ഇന്നലെ രാത്രി. പ്രായപൂർത്തിയാകാത്ത 2 പേർ പോലീസ് കസ്റ്റഡിയിൽ. തൃശൂർ നഗരത്തിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ഓട്ടോറിക്ഷയ്ക്ക് തീപിടിച്ചത് പരിഭ്രാന്തി പരത്തി. സാമ്പത്തിക പ്രതിസന്ധിയെ മറികടക്കാനാകാതെ കേരള കലാമണ്ഡലം. മന്ത്രി ഇടപെട്ടിട്ടും ജീവനക്കാർക്ക് ഡിസംബർ മാസത്തെ ശമ്പളം ലഭിച്ചില്ല. സമരം ആരംഭിക്കുമെന്ന സൂചന നൽകി കലാമണ്ഡലം എംപ്ലോയീസ് അസോസിയേഷൻ. പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ ഓൺലൈൻ OP ടിക്കറ്റ് ബുക്കിംഗ് സംവിധാനമായി. ഇ ഹെൽത്ത് വെബ്സൈറ്റിൽ പേരുള്ള ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ഉൾപ്പെടെ ജില്ലയിലെ 46 ആരോഗ്യ കേന്ദ്രങ്ങളിൽ ഓൺലൈനായി OP ടിക്കറ്റ് എടുക്കാം. സംവിധാനം ഏർപ്പെടുത്തിയത് പാലക്കാട് ജില്ലാ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ. വടക്കാഞ്ചേരിയിൽ വയോധികയുടെ കാലിലൂടെ സ്വകാര്യ ബസ് കയറിയിറങ്ങി. വയോധികയ്ക്ക് ഗുരുതര പരിക്ക്. ഈസ്റ്റ് മനുശ്ശേരിയിൽ ബസ് സ്കൂട്ടറിലിടിച്ച് പരിക്കേറ്റ യുവതി അപകടനില തരണം ചെയ്തു. അപകടം നടന്നത് ഇന്നലെ വൈകിട്ട്. വയോജന നയ രൂപീകരണം എങ്ങുമെത്താത്ത സാഹചര്യം എങ്ങനെയുണ്ടായെന്ന ചോദ്യത്തിന് ഭരണാധികാരികൾ വ്യക്തമായ ഉത്തരം നൽകണമെന്ന് കേരള സർവീസ് പെൻഷൻ കൌൺസിൽ. ആനുകൂല്യ നിഷേധത്തിനെതിരെ പാലക്കാട് കളക്ടറേറ്റിന് മുന്നിൽ KSPCയുടെ തുഷ്യകരണ ക്യാമ്പയിൻ. സർക്കാർ പെൻഷൻ സമൂഹത്തോട് നീതി കാണിക്കുന്നില്ലെന്ന് കൌൺസിൽ ഭാരവാഹികൾ. പഠാൻകോട്ട് ഭീകരാക്രമണത്തിൽ വീരമൃത്യു വരിച്ച ലഫ്റ്റനന്റ് കേണൽ EK നിരഞ്ജനെ അനുസ്മരിച്ച് ജന്മനാട്. എലമ്പുലാശ്ശേരിയിൽ നിരഞ്ജൻ അനുസ്മരണം. ഭരണഘടന നേരിടുന്ന വെല്ലുവിളികൾ നേരിടാൻ നാം കരുത്താർജിക്കണമെന്ന് VK ശ്രീകണ്ഠൻ MP. ഈസ്റ്റ് ഒറ്റപ്പാലം കാക്കത്തോടിന് കുറുകെ പുതിയ പാലത്തിന്റെ നിർമ്മാണ പ്രവൃത്തികൾ പുനരാരംഭിച്ചു. പ്രവൃത്തി ആരംഭിച്ചത് തോട്ടിൽ ഒഴുക്ക് കുറഞ്ഞതോടെ. മറ്റു തടസ്സങ്ങൾ ഉണ്ടായില്ലെങ്കിൽ സെപ്റ്റംബർ മാസത്തോടെ നിർമ്മാണം പൂർത്തീകരിച്ച് പാലം നാടിന് സമർപ്പിക്കുമെന്ന് K പ്രേംകുമാർ MLA. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിച്ചു. നമസ്കാരം.